അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഖുർആനിലുള്ള രസകരമായ ഒരു കഥയാണ്. കുറച്ചു കാലം തിമിംഗലത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വന്ന പ്രവാചകന്റെ കഥ. യൂനുസ് നബി അലൈഹിസ്സലാം ഒരു ചെറിയ കപ്പലിൽ യാത്രക്കാരോടൊപ്പം തൻ്റെ ഗ്രാമമായ നിനവയിൽ നിന്നും വളരെ അകലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ കപ്പൽ കാറ്റിനനുസരിച്ച് ശാന്തമായി ജലത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ കടൽ പെട്ടെന്ന് മാറി. ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് വീശി. കപ്പൽ പിളർന്നു പോകുന്നത് പോലെ തോന്നി. തിരമാലകൾ പർവ്വതങ്ങളുടെ ഉയരത്തിൽ ഉയർന്നു വന്നു. കപ്പൽ ആടി ഉലഞ്ഞു. കപ്പലിലുള്ള എല്ലാവരും ഭയന്നുപോയി. കപ്പലിന്റെ ഭാരം കുറക്കാനായി കപ്പലിലെ കപ്പിത്താൻ ആളുകളോട് വിളിച്ചു പറഞ്ഞു. ആദ്യം അവർ തങ്ങളുടെ കുറച്ച് സാധനങ്ങൾ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ അത് പോരായിരുന്നു. അവർ വീണ്ടും അവരുടെ മുഴുവൻ സാധനങ്ങളും കടലിലേക്ക് എറിഞ്ഞു. അവരുടെ സുരക്ഷയ്ക്കായി ഇനിയും ഭാരം കുറക്കണമെന്നായിരുന്നു. കപ്പലിന്റെ ഭാരം കുറക്കുന്നതിന് വേണ്ടി ഒരാളെ ഞെരുക്കെടുത്ത് കടലിലേക്ക് എറിയാൻ അവർ തീരുമാനിച്ചു. വലിയ കാറ്റിനെയും മറ്റും നേരിടുമ്പോൾ കപ്പൽ യാത്രക്കാർ പിന്തുടരുന്ന ഒരു രീതിയാണിത്. ഞെരുക്കെടുത്തപ്പോൾ അതിൽ യൂനുസ് എന്ന പേരെഴുതിയിരുന്നു. പ്രവാചകൻ അതിൽ ഏറ്റവും ആദരണീയനായ മനുഷ്യനായതുകൊണ്ട് അവർ അദ്ദേഹത്തെ കടലിൽ എറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടാമതും ഞെരുക്കെടുക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ തിമിംഗലം കപ്പലിന്റെ പിറകിലായി വെള്ളത്തിലൂടെ കപ്പലിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ അവർ ഞെരുക്കെടുത്തപ്പോൾ പ്രവാചകന്റെ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകന് ഒരു അന്തിമമായ അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. സംഭവിക്കുന്നതിൽ അള്ളാഹുവിന്റെ പങ്കുണ്ടെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അവസാന ഞെരുക്കെടുപ്പിലും പ്രവാചകന്റെ പേര് തന്നെ വന്നു. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. അദ്ദേഹത്തെ കടലിലേക്കെറിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു.